പ്രിയമുള്ളവരെ, നമ്മൾ ഇന്ന് ഈ മാസം നവംബർ മാസമാണല്ലോ, നമ്മൾ പ്രത്യേകിച്ച് മരിച്ചതിനെ പറ്റി, മരണാനന്തര ജീവിതത്തെ പറ്റിയൊക്കെ ചിന്തിക്കുന്ന ഒരു കാലമായതുകൊണ്ട് നമ്മൾ ആ വിഷയത്തെ പറ്റിയാണ് ചിന്തിക്കുക. ഇന്നത്തെ സുവിശേഷം നിങ്ങൾ ശ്രദ്ധിച്ചെങ്കിൽ നിങ്ങൾക്ക് അതിനെപ്പറ്റിയുള്ള പല വെളിപ്പെടുത്തലുകളും ഈശോ നടത്തുന്നത് കാണാനായിട്ട് സാധിക്കും. കുറച്ചു നാൾ മുൻപ് ഞാൻ ഒരു ഇടവകയിലായിരുന്നപ്പോൾ അവിടുത്തെ കൊച്ചരായിരിക്കുന്ന സമയമാണ് അവിടുത്തെ വികാരിച്ചൻ ദുഷ്കരമായ ഒരു ദൗത്യം എന്നെ ഏൽപ്പിച്ചു. അതിതാണ്, പെട്ടെന്ന് ഒരു മരണം ഉണ്ടായി, ഒരു പയ്യനാണ്. അപ്പോൾ അവർ വീട്ടിൽ ചെല്ലുക, അവർ കർമ്മന്മാർ ഇപ്പോഴത് അറിഞ്ഞിട്ടില്ല, അത് അവരെ ധരിപ്പിക്കുക എന്നുള്ളതാണ്. അല്ലാത്ത ഒരു അസ്വസ്ഥതയും ഇതെന്താകുമോ ആവോ എന്നൊക്കെയുള്ള ചിന്തയോട് കൂടിയൊക്കെയാണ് ഞാൻ വീട്ടിൽ ചേർന്നത്. ചിലപ്പോൾ അവിടെ 4-5 പേരൊക്കെ ഉണ്ട്. ഞാൻ കുറച്ച് നേരം അവിടെ ഇരുന്നു. അതൊന്നും പറഞ്ഞില്ല. നമ്മൾ 10 മണിയുണ്ട്. അതൊരു പെങ്ങളാണ്, പെങ്ങളെ കെട്ടിച്ചു. ഞാനവിടെ ഇരുന്ന് കഴിഞ്ഞപ്പോൾ കുറച്ചും കൂടി ആൾക്കാർ വരാൻ തുടങ്ങി. ഞാൻ ഒന്നും പറഞ്ഞില്ല. അതിനോട് ഞാൻ നമുക്ക് കൊന്തയല്ല, പ്രിയമുള്ളവരെ, ഞാൻ ഒന്നും പറയാതെ തന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഈ മാതാപിതാക്കൾ മനസ്സിലാക്കുകയാണ് അവരുടെ മകനകത്തോ അവരുണ്ടായിരുന്നു. എങ്ങനെയാണ് അവർ അറിഞ്ഞെന്നറിയില്ല. ഞങ്ങൾ കൊന്ത ചൊല്ലിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ പെട്ടെന്ന് വലിയൊരു നിലവിളിയാണ് എനിക്ക് മനസ്സിലായി. അത് പിന്നീട് കൊന്തയൊക്കെ തുടർന്നു, കരണകൊണ്ടയൊക്കെ ചൊല്ലി അത് അങ്ങനെ അവസാനിപ്പിച്ച് പോകുന്നു എന്ന് ഞാൻ പറയുക. പക്ഷേ ഇതിനിടയിൽ ആ വലിയ നിലവിളി വരുന്ന സമയത്തും ഞങ്ങൾ പ്രാർത്ഥന തുടരുകയാണ്. വലിയ നിലവിളിയും അലച്ചിലും അല്ലെങ്കിൽ എന്താ പറയുക, അതൊക്കെ ഒന്ന് ഒതുങ്ങി ശാന്തമായിട്ട് മാത്രമേ ഞങ്ങൾ അവിടെ പോകുള്ളൂ. അതായത് വേറെ കൂടി പള്ളിയായിട്ട് ബന്ധപ്പെട്ടു ഞാൻ പറഞ്ഞത്, അതായത് മരണം എന്നുള്ളത് നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്ന ഒരു യാഥാർത്ഥ്യമല്ല എന്നുള്ളത്. അപ്പം ഇങ്ങനെയൊക്കെയുള്ള മരണങ്ങൾ എന്താണ്, അതായത് റിസ്ക് എന്ന് പറയുന്നത് അച്ഛൻ ചെല്ലുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? ഈ വീട്ടിലെ മകൻ മരിച്ചു എന്ന് പറയാൻ വേണ്ടിയിട്ട്. അത്ര നല്ല വാർത്തയല്ലത്, നമുക്കറിയാം. അപ്പോൾ ചോദ്യം, ദൈവം എന്താണ് ഇങ്ങനെ ചെയ്യുന്നത്? ദൈവവചനം നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാവും. എന്നാൽ മാത്രമേ ഈ ഒരു അസ്വസ്ഥതയ്ക്ക് പരിഹാരം നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഞാനത്തെ പുസ്തകം അത് നമ്മൾ മനസ്സിലാക്കേണ്ട, ദൈവം മനുഷ്യൻ മരിക്കാൻ ഇഷ്ടപ്പെടുന്നില്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. കാരണം ദൈവം മരണത്തെ സൃഷ്ടിച്ചിട്ടില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. ദൈവം മരണത്തെ സൃഷ്ടിച്ചിട്ടില്ല. രണ്ടാമത്തെ ജ്ഞാനത്തിന്റെ പുസ്തകം 2-ാമത്തെ 22-ാം പ്രകാരം നാം വായിക്കുന്നു, ദൈവം മനുഷ്യനെ അമർത്യതയ്ക്ക് വേണ്ടിയിട്ടാണ് സൃഷ്ടിച്ചത്. അവിടെ നിന്ന് തന്നെ അനന്തതയുടെ സാദൃശ്യത്തിൽ അവനെ രൂപപ്പെടുത്തി. എന്നാൽ പിശാചിന്റെ അസൂയ നിമിത്തം മരണം ലോകത്തിലേക്ക് കടന്നു വന്നു. അവനോടൊപ്പം അവകാശമുള്ളവർ അത് അനുഭവിക്കും. അപ്പൊ ഈ മരണം അനുഭവിക്കുന്നവർ ആരാണെന്ന് പറയുന്നത്? അവനോടൊപ്പം അവകാശമുള്ളവരാണ് അനുഭവിക്കുന്നത്. ആരോടൊപ്പം? പിശാചിനോടൊപ്പം. ഈ മരണത്തെ പറ്റി ചിന്തിക്കുമ്പോൾ നമുക്ക് വല്ലാത്ത വിഷമം എന്താണ്? അതായത് നമ്മൾ ഏകാന്തതയിലേക്ക് പോകുന്നു, ഇരുട്ടറയിലേക്ക് പോകുന്നു, പുഴുക്കളഴിക്കുന്നു. അയ്യോ, ഇതാ ഞാൻ പറയും, ഇത്രയും ബീഭത്സമായ രീതിയിൽ നമ്മൾ മരണം, അതിലും ബീഭത്സമാണ് നമ്മൾ നരകത്തിൽ ചെന്ന് പെട്ടാൽ. ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം.
ഭക്തനായ മനുഷ്യൻ, വിശ്വാസിയായ മനുഷ്യൻ ദൈവകൽപ്പനകളെ ജീവിതത്തിൽ ഗൗരവമായിട്ട് പാലിച്ച് മുന്നോട്ട് പോകുന്ന മനുഷ്യൻ മരിക്കുന്നില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. അവൻ കടന്നു പോവുകയാണ്. അവൻ മരിച്ചതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. ഒരുപക്ഷെ വണ്ടി ഇടിച്ച് മരിച്ചതായിട്ട് കാണുന്നു, അല്ലെങ്കിൽ ചിലപ്പോൾ കുളിക്കാൻ പോയപ്പോൾ തൊട്ടിൽ കാല് തെറ്റി വീണതായിട്ട് കാണുന്നു, അല്ലെങ്കിൽ ചിലപ്പോൾ എന്തോ കാര്യങ്ങൾ നല്ല സത്യസന്ധമായിട്ട് അദ്ദേഹം മുന്നോട്ട് പോയതാണ്, ആരോഗ്യം അദ്ദേഹത്തെ തല്ലി കൊണ്ടതായിട്ട് കാണുന്നു. അപ്പം ഇങ്ങനെ പല രീതിയിലായിരിക്കും അവൻ ചിലപ്പോൾ മരിച്ചു കിടക്കുന്നതായിട്ട്, അല്ലെങ്കിൽ അവൾ മരിച്ചു കിടക്കുന്നതായിട്ട് നമ്മൾ കാണുന്നു. പക്ഷേ ആ വ്യക്തി എന്ത് ചെയ്തില്ല? മരിച്ചിട്ടില്ല. ഇതാണ് വചനം പറയുന്നത്. ശ്രദ്ധിച്ച്, അതാണ് ഞാൻ പറയുന്നത്. ഈ രീതിയിൽ മുന്നോട്ട് പോകുന്ന വ്യക്തികളാണെങ്കിൽ അവർ മരണം നുകരുന്നില്ല, അനുഭവിക്കുന്നില്ല. മൂന്നാമത്തെ അദ്ദേഹം പറയുന്നു, നീതിമാന്മാരുടെ ആത്മാവ് ദൈവകരങ്ങളിലാണ്, ഒരു ഉപദ്രവവും അവരെ സ്പർശിക്കുകയില്ല. ഒരു ഉപദ്രവവും എന്ന് പറയുന്നത്, ഒരു ഉപദ്രവവും. ദോഷന്മാരുടെ ദൃഷ്ടികളിൽ അവർ മരിച്ചതായി കാണപ്പെടുന്നു. അവരുടെ പുറപ്പാട് ദൗർഭാഗ്യമായി ആ കൂട്ടർ കരുതി. നമ്മിൽ നിന്ന് വേർപാട് നാശമായി. കാരണം ഈ വ്യക്തി എന്തിങ്ങനെ മരിച്ചത്? ഈ വ്യക്തി ഇത്രയും വിമർശമായി മരിച്ചു കിടക്കുന്നു. അയ്യോ, എന്തോ ദുരന്തമാണ് സംഭവിച്ചത്, കണ്ടോ? അങ്ങനെയൊക്കെയായിരിക്കും നമ്മളുടെ ചിന്തപ്പാട്. നമ്മൾക്ക് വേർപാട് നാശമായിട്ട് അവർ കിടക്കുക. എന്നാൽ അവർ ശാന്തിയിലാണ്. എന്നാൽ അവർ ശാന്തിയിലാണ്. ഇതാണ് മനസ്സിലാക്കുന്നത്. സദുക്കായര് ഉയർപ്പിൽ വിശ്വസിച്ചിരുന്നില്ല. അവരാണ് ഈശോയുടെ അടുക്കൽ ഈ കുനിഷ്ഠ ചോദ്യവുമായിട്ട് എത്തുന്നത്. നിനക്കറിയാലോ കുനിഷ്ഠ ചോദ്യത്തിന്റെ പ്രത്യേകത. ഇത്രയും പേരുടെ ഭാര്യയായിരുന്നു അവള് നീ പറയുന്ന ഉയർപ്പുണ്ടെങ്കിൽ അവൾ ആരുടെ ഭാര്യയായിരിക്കും? അവർ ദിവസങ്ങളോളം മാസങ്ങളോളം ഇരുന്ന് ആലോചിച്ചിട്ടാണ് ആ കുനിഷ്ഠ ചോദ്യം അവർ കണ്ടെത്തിയത്. ഒറ്റ നിമിഷം കൊണ്ട് പറയുന്നതൊക്കെ പകർക്കണം എന്നാണ് എനിക്ക് പറയുന്നത്. നമ്മൾ ശ്രദ്ധിക്കുന്നത്, ഈശോയുടെ വചനത്തെ നമ്മൾ എന്ത് ചെയ്യണം? ഏറ്റവും ശ്രദ്ധിക്കണം. കാരണം ദൈവമാണ് അവിടുത്തെ സംസാരിക്കുകയാണ്. എന്താണ് ഓരോ വചനവും നമ്മൾ എന്ത് ചെയ്യണം? അതിന് ആഴത്തിലുള്ള അർത്ഥങ്ങളുണ്ട്. ഈശോ ശ്രദ്ധിച്ച് അവരെ ചോദ്യം ചോദിച്ച് അവസാനിപ്പിച്ചു. യേശു പറയാണ്, ഈ യുഗത്തിന്റെ സന്താനങ്ങൾ വിവാഹം ചെയ്യുകയും ചെയ്തു കൊടുക്കുകയും ചെയ്തു. എന്നാൽ വരാനിരിക്കുന്ന യുഗത്തെ പ്രാപിക്കുന്നതിനും മരിച്ചവരും ഉയർത്തുന്നതിനും യോഗ്യരായവർ എന്നൊരു വർത്തമാനം. ഈ ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കും. യോഗ്യത നേടണം. ഈ ലോകത്ത് ജീവിക്കുന്ന എല്ലാവർക്കും വരാനിരിക്കുന്ന യുഗത്തെ പ്രാപിക്കാൻ യോഗ്യത ഇല്ല. അതൊക്കെ മനസ്സിലാക്കേണ്ടത്. ഈ ലോകത്ത് നമ്മൾ പണക്കാരെന്ന് കാണുന്നവരോ, വലിയ യോഗ്യരായിട്ട് കാണുന്നവരോ, എല്ലാ സുഖസൗകര്യങ്ങളും അനുഭവിക്കുന്നവരായിട്ട് കാണുന്നവരോ, വലിയ സ്വാധീനമുള്ളവരായിട്ട് കാണുന്നവരോ, ലോകം അംഗീകരിച്ച് വലിയ പ്രൈസുകൾ, നോബൽ പ്രൈസുകൾ, അല്ലെങ്കിൽ ഞാൻ പറയുന്നത് നോബൽ പ്രൈസുകളൊക്കെ കേട്ടോ, മറ്റു കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കുക. അതായത് ഇങ്ങനെ വലിയ രീതിയിലൊക്കെ അവരെ എന്താണ് അവർ വലിയവരാണെന്നൊക്കെ പറയുന്ന അതിലൊന്നും കണ്ട് നമ്മൾ എന്താ പറയുന്നത്? അതൊന്നും അല്ല, അതൊന്നും യോഗ്യതയല്ല. അത് ഞാൻ പറയുന്നത് അതൊന്നും യോഗ്യതയല്ല എന്നാണ് പറയുന്നത്. എന്താണ്? യേശുവിനോട് ഈ യുഗത്തിന്റെ സന്താനങ്ങൾ വിവാഹം ചെയ്യുകയും ചെയ്തു കൊടുക്കുകയും എന്നാൽ വരാനിരിക്കുന്ന യുഗത്തെ പ്രാപിക്കുന്നതിനും മരിച്ചു ഉയർത്തുന്നതിന് യോഗ്യരായവർ വിവാഹം ചെയ്യുകയോ ചെയ്തു കൊടുക്കുകയോ ഇല്ല. ഈ യോഗ്യതയുള്ള എന്ന് വെച്ചാൽ ഇത്രയുള്ളവരെ മരിച്ചതിന് ശേഷമുള്ള കാര്യം പറയണം, നമ്മൾ മനസ്സിലാക്കണം. അപ്പൊ അവിടെ വിവാഹം എന്ന പരിപാടി ഇല്ല. പുനരുദ്ധാരണത്തിന്റെ മക്കൾ എന്ന നിലയിൽ അവർ ദൈവദൂതന്മാർക്ക് തുല്യരും ദൈവമക്കളും. ദൈവദൂതന്മാർക്ക് തുല്യം. ഈ മനുഷ്യരുടെ പ്രത്യേകത എന്ന മനുഷ്യരെ ദൈവം സൃഷ്ടിച്ചിരിക്കുന്ന മാലാഖമാരിൽ നിന്ന് അല്പം മാത്രം താഴെയായിട്ടാണ്. കാരണം മനുഷ്യന് ചിന്താശക്തിയുണ്ട്, അവന് ഭാവനയുണ്ട്, അവന് പല കഴിവുകളുണ്ട്. മാലാഖമാർ അല്പം ഉള്ളതില്ല. മാലാഖന് മരണത്തിന് ശേഷം അവർ ദൈവദൂതന്മാർക്ക് തുല്യനാണ്, ദൈവമക്കളാണ്. ആകയാൽ അവർക്ക് ഇനിയും മരിക്കാൻ സാധിക്കില്ല. സ്വർഗരാജ്യം മരണമില്ല, അവിടെ കണ്ണീരില്ല. അതിനെപ്പറ്റി യെശയ്യാ പറയുന്നുണ്ട്. പുതിയ ആകാശം പുതിയ ഭൂമി എന്നൊക്കെ യേശു പറയുന്നുണ്ട്, യെശയ്യാ പറയുന്നുണ്ട്. ഇനി മുതൽ അവിടെ കണ്ണീരില്ല. ഇതാ പുതിയ ആകാശം പുതിയ ഭൂമിയും സ്വർഗീയ ജെറുസലേമിൽ നിന്ന് വന്നിരിക്കുന്നു. പഴയത് കടന്നുപോയി, ഈ ഭൂമിയും ഈ ആകാശവും ഒക്കെ കടന്നുപോകും എന്നാ പറയുന്നത്. പുതിയത് വരും. അവിടെയാണ് ഈ സ്വർഗത്തിന്റെ വാസികൾ ജീവിക്കുന്നത്. അവിടെ ദുഷ്ടന്മാരില്ല, അവിടെ അനീതിയില്ല, അവിടെ അക്രമമില്ല,
അവിടെ എപ്പോഴും സന്തോഷം. അവിടെ സൂര്യപ്രകാശമില്ല, അവിടെ ദൈവമായിരിക്കും പ്രകാശം. അതൊക്കെ ഒരുപാട് പുസ്തകത്തിൽ പറയുന്ന പല കാര്യങ്ങളാണ്. നോക്ക്, അപ്പൊ അവർക്ക് ഇനി മരിക്കാൻ കഴിയില്ല. മോശ പോലും ഉൾപ്പടക്കത്തിൽ വെച്ച് കർത്താവിനെ അബ്രാഹത്തിന്റെ ദൈവം, ഇസ്ഹാക്കിന്റെ ദൈവം, യാക്കോബിന്റെ ദൈവം വിളിച്ചുകൊണ്ട് മരിച്ചു ഉയർക്കുമെന്ന് കാണിച്ചു തന്നിട്ടുണ്ട്. മോശ ദൈവത്തെ ഉൾപ്പടക്കം വെച്ച് കാണുമ്പോൾ അബ്രാഹത്തിന്റെ ദൈവമായിരുന്ന ദൈവമേ എന്നല്ല പറഞ്ഞത്. എന്താണ്? അബ്രാഹത്തിന്റെ ദൈവമേ, ഇസ്ഹാക്കിന്റെ ദൈവമേ, യാക്കോബിന്. ശരിക്കും പറഞ്ഞാൽ മോശ കാണുന്നുണ്ട്, അവരെയും കാണുന്നുണ്ട് ഈശോയുടെ ദൈവത്തോടൊപ്പം. അതുകൊണ്ടാണ് മോശ പറയുന്നത് അവരുടെ ദൈവമേ എന്ന്. ഇനി യേശുവിന്റെ രൂപാന്തരീകരണ വേളയിൽ മരിച്ചുപോയ ആളുകൾ അവിടെ വരുന്നുണ്ടല്ലോ. നോക്ക്, മോശ മരിച്ചു എന്നാണ് വചനം പറയുന്നത്. പക്ഷെ മോശയെ ഈശോ അവിടെ കാണുന്നുണ്ട്. ഏലിയ മരണം കണ്ടില്ല, അദ്ദേഹം സ്വർഗത്തിലേക്ക് എടുക്കപ്പെടുകയാണ്. അപ്പൊ മോശയും ഏലിയയും അവിടെ വരുന്നുണ്ട് കേട്ടോ, മരിച്ച ആളുകൾ. ലൂർദില് പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെട്ടതായിട്ട് ആ കാലഘട്ടങ്ങളിലെ പത്രങ്ങളിൽ പോലും കൃത്യമായിട്ട് വാർത്തയുണ്ട്. അവിടെ വലിയ അത്ഭുതം. അപ്പൊ അതാണ് സ്വർഗീയ വാസികളുണ്ട്. ഈ ലോക ജീവിതത്തിൽ കടന്നു പോകുന്ന വ്യക്തികൾ മരിക്കുന്നില്ല. ശിഷ്യന്മാർ ഈ സത്യം മനസ്സിലാക്കുമ്പോഴാണ് അവർ വലിയ ശക്തരാകുന്നത്. അതുവരെ അവര് ഭിത്തിക്കുള്ളിൽ ഒളിച്ചിരിക്കുകയായിരുന്നു, ഭൂമിയിൽ ഒളിച്ചിരിക്കുകയായിരുന്നു. യേശുവിന്റെ മരണം ഞങ്ങളെ എപ്പോഴാണ് അവർ കൊല്ലാൻ വന്നത്? പക്ഷെ ഭൂമിയിൽ ഒളിച്ചിരുന്ന ഈ ശിഷ്യന്മാരുടെ മുൻപിൽ യേശു പ്രത്യക്ഷപ്പെടുകയാണ്. അപ്പോൾ അവർക്കൊരു കാര്യം മനസ്സിലായി. എന്താണ് മരണം എന്ന് പറഞ്ഞാൽ? ഇത്രയേ ഉള്ളൂ. മരണം എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ. മരണത്തിന് ശക്തിയില്ല, മരണത്തിന് ശേഷം ജീവിതമുണ്ട്. ഇത് തിരിച്ചറിയുന്ന ശിഷ്യന്മാരെ പിന്നെ ഒതുക്കാനായിട്ടോ അടക്കാനായിട്ടോ അടിച്ചമർത്താനായിട്ടോ പിന്നെ ഒതുക്കി പറ്റുന്നുണ്ടോ? അവർ പറയുന്നു, നിങ്ങൾ തല്ലിക്കൊന്ന, നിങ്ങൾ കുശിത്തറച്ച യേശു ക്രിസ്തുവില്ലേ, അവർ ദൈവമാണ്. ഇത് ഞാൻ പറഞ്ഞതിന്റെ പേര് നിങ്ങൾ എന്നെ തല്ലണോ, കൊല്ലണോ, കൊന്നോ, ഞാൻ കുഴപ്പമില്ല എന്നാണ് ഞങ്ങൾ പറയും. മരണത്തെ ഒട്ടും പേടിയില്ല. മരിച്ചതിന് ഞങ്ങൾ കൊല്ലി, ഞങ്ങൾക്ക് ചുക്കുമില്ല എന്ന് പറയുന്ന ഒരു ഭാവം. അതാണ് പ്രിയമുള്ളവരെ, ക്രിസ്തീയമായ ജീവിതത്തിന്റെ അടിത്തറ എന്ന് പറയുന്നതാണ് നിത്യജീവിതത്തിലുള്ള പ്രത്യാശയാണ്. യേശുവിന്റെ ഉയർപ്പിലുള്ള പ്രത്യാശയാണ്. ആ യേശു ഉയർത്തെഴുന്നത്, ഞാൻ ഉയർത്തെഴുന്നത്. പക്ഷെ എല്ലാവർക്കും ഇല്ല ഈ ഉയർത്തുന്നുള്ള സംഭവം. അതാണ് ഞാൻ പറയുന്നത്. ഈ ലോക ജീവിതമാണ് പ്രിയമുള്ളവരെ അതിനുള്ള അവസരം. ഈ ലോക ജീവിതത്തിൽ അഴിമതിയും അക്രമവും കൊലപാതകവും എല്ലാ തരത്തിലുള്ള ദൈവകൽപ്പനയ്ക്ക് ധിക്കരിക്കുന്ന പരിപാടികളെല്ലാം ചെയ്തുകൊണ്ട് ഈ ലോകത്ത് മിടുക്കന്മാരായിട്ടും മിടുക്കികളായിട്ടും ജീവിക്കുന്നവർക്ക് കഷ്ടം. കാരണം അവര് അവരുടെ സമയം മനസ്സിലാക്കുന്നില്ല. എന്തിനു വേണ്ടിയിട്ടാണ് ഈ ഭൂമിയിലേക്ക് ദൈവം നമ്മളെ വിട്ടിരിക്കുന്നത്? സ്വർഗം നേടാൻ വേണ്ടിയിട്ടാണ്. അവിടെ വേറെ ഒന്നുമല്ല. സ്ഥലം വാങ്ങിക്കാനോ വീട് പണിയാനോ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് അത് കുടുങ്ങിക്കിടക്കാനല്ല, പണം ഉണ്ടാക്കാനല്ല. അത് കുടുങ്ങിക്കിടക്കാനല്ല നമുക്ക് വേണം കേട്ടോ, ഇതെല്ലാം നമുക്ക് വേണം, മനുഷ്യരാണ്, നമുക്ക് ഇതൊക്കെ വേണം. പക്ഷെ അത് കുടുങ്ങിക്കിടക്കരുത്. അതിലപ്പുറമുള്ള കാര്യത്തിലേക്ക് മനുഷ്യൻ ചിന്തിക്കണം. എന്താണത്? നിത്യമായ ജീവിതം. ദൈവമേ, ഇനി എന്താണ്? ആ ധനവാൻ വരുന്നുണ്ടല്ലോ ഈശോയുടെ അടുക്കിലേക്ക്. ആ വലിയ ധനവാന വരുന്നത്. അവൻ ചോദിക്കണം, നിത്യജീവിതം അവകാശമാക്കാൻ ഞാൻ എന്ത് ചെയ്യണം എന്ന് ചോദിച്ചിട്ട് അവൻ വരുന്നുണ്ട്. അപ്പോഴാണ് അവസാനം ഈശോ പറയുന്നത് എന്താണ്? വരുന്ന സമയത്ത് ഈശോ പ്രതി കൽപ്പന അനുസരിക്കും, ദൈവകൽപ്പന അനുസരിച്ച് പോയാൽ മതി, നിനക്ക് നിത്യജീവിതം പ്രാപിക്കാം. നിനക്ക് പണം ഉണ്ടായിക്കൊണ്ട് കുഴപ്പമൊന്നുമില്ല, നല്ലതല്ലേ? നന്മയ്ക്ക്, മറ്റുള്ളവരുടെ നന്മയ്ക്ക് വേണ്ടിയിട്ട് ഞാൻ ഉപയോഗിക്കും. നിന്റെ നന്മയ്ക്ക് ഉപയോഗിച്ച് കുഴപ്പമില്ല, പക്ഷെ മറ്റുള്ളവരുടെ നന്മ അതാണ് പറയുന്നത്. പക്ഷെ എന്താണ്? പക്ഷെ അവൻ നീതീകരിക്കാൻ ആഗ്രഹിച്ചു. പിന്നെ ചോദിക്കുകയാണ്, ഞാനിതെല്ലാം ചെയ്തിട്ടുണ്ട്. ഏത്? ഞാൻ മാതാപിതാക്കളെ ബഹുമാനിച്ചിട്ടുണ്ട്, ഞാൻ ദൈവകൽപ്പന ഒക്കെ ഞാൻ അംഗീകരിച്ചു പോയിട്ടുണ്ട്. ഇനി എന്താണ് പറഞ്ഞു? നിന്നെ കൂടുതൽ വിട്ട് ദൈവത്തിന് കൊടുത്ത് എന്നെ അനുഗ്രഹിക്കുക. ഉത്തമമായ ഒരു പാട്ടുകാരാണ് എന്ന രീതിയിൽ പറയുന്നത്. അപ്പം അതുകൊണ്ട് സമ്പത്ത് ഒരിക്കലും ദൈവത്തെ അനുഗ്രഹിക്കുന്നതിൽ നമ്മൾ തടയുന്നില്ല. പക്ഷെ സമ്പത്തിന് അടിമയായിട്ട് നമ്മൾ മാറുമ്പോൾ, ദൈവകൽപ്പനകൾ ധിക്കരിക്കാൻ നമ്മളെ അത് പ്രേരിപ്പിക്കുമ്പോൾ അതൊരു കെണിയായിട്ട് മാറും. അതുകൊണ്ട് സ്നേഹമുള്ളവരെ, ഞാൻ അവസാനിപ്പിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇതാണ്: നമ്മൾ ആരും മരിക്കുന്നില്ല. മിക്ക പ്രവാചക പുസ്തകം ഞാൻ പറഞ്ഞല്ലോ. ഒരു വചനം കൂടി പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുകയാണ്. അത് സഭാപ്രസംഗന്റെ പുസ്തകമാണ്. സഭാപ്രസംഗ പുസ്തകത്തിൽ പറയുന്നത് മനുഷ്യന്റെ മുഴുവൻ കർത്തവ്യം എന്താണ്? അത് ദൈവകൽപ്പന അനുസരിച്ച് ജീവിക്കുക മാത്രമാണ്. അതനുസരിച്ച് ജീവിച്ചാൽ ഏത് നിമിഷം മരണം വന്നോട്ടെ, ദൈവമേ ഞാനിതാ റെഡി എന്ന് പറയത്തക്ക വിധം നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കും. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഇനി മുതൽ മരണം നമ്മളെ ഭയപ്പെടുത്താതിരിക്കട്ടെ, മരണം നമ്മളെ പ്രചോദിപ്പിക്കട്ടെ, മരണം നമുക്ക് പ്രത്യാശ നൽകട്ടെ. കാരണം ഈശോ പറയുന്നു, എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ആമേൻ.
ഗോസ്പൽ ടീച്ചറുടെ ഭാഗങ്ങൾക്ക് സ്മരിക്കുന്നു.